ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ വീഡിയോയിൽ ഒരു വണ്ടി എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് നിർത്തേണ്ടത്. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, വണ്ടി ഒരു 50 ഗിയറിലൊക്കെ പോകുന്ന അവസരങ്ങളിൽ വണ്ടി നിർത്തുമ്പോൾ ഗിയർ എല്ലാം ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ വന്ന് വണ്ടി നിർത്തണം, അതോ നേരിട്ട് 50 ഗിയറിൽ വരുമ്പോൾ വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയാൽ മതിയോ? അങ്ങനെ ഒരു വണ്ടി നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ വണ്ടി പഠിക്കുന്ന ബിഗിനേഴ്സിനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വണ്ടി സ്മൂത്ത് ആയിട്ട് നിർത്തേണ്ടത്, കൃത്യമായിട്ട് എല്ലാ ഗിയർ ഡൗൺ ചെയ്ത് വേണം ഒരു വാഹനം നിർത്താൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. മുന്നിലായിട്ട് ചെറിയ ഗട്ടറുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ കാല് മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ടുണ്ട്. വീണ്ടും ഞാനിത് ക്ലച്ച് ഔട്ടിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഗട്ടർ ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തത്. വീണ്ടും ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ഔട്ട് ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. നമുക്ക് വണ്ടി ഈ ഒരു സൈഡിൽ ഒതുക്കി നിർത്തണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ബ്രേക്കിൽ വരിക, ക്ലച്ച് ചവിട്ടി നിങ്ങൾ വണ്ടി നിർത്തുക. ഇപ്പോൾ നിലവിൽ ഞാൻ ഫോർത്ത് ഗിയറിലാണ് വണ്ടി നിർത്തിയത്. വണ്ടി നിർത്തിയപ്പോൾ ഒരുപാട് സ്പീഡ് വണ്ടിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വണ്ടി സൈഡിൽ ഒതുക്കി ആ ഒരു ഫോർത്ത് ഗിയറിൽ തന്നെ വണ്ടി നിർത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ഒരു ഫോർത്ത് ഗിയറിലോ ഫിഫ്ത്ത് ഗിയറിലോ ഒക്കെ വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. വണ്ടിയുടെ വേഗത തീർത്തും കുറവാണെങ്കിൽ. വേഗത കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ് ആക്കുന്നു, ഫോർത്ത് കൊടുക്കുന്നു, വീണ്ടും മൂവ്മെന്റ് ആക്കുന്നു, വീണ്ടും ഞാനിത് ഫിഫ്ത്ത് ഗിയർ കൊടുത്തു. ഞാനിപ്പോൾ ഈ സൈഡിൽ വണ്ടി ഒതുക്കി, ഫിഫ്ത്ത് ഗിയറിൽ വണ്ടി ഒതുക്കി കാണിക്കാം. ഓക്കെ, എന്റെ കാല് മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്ന് വണ്ടി ഞാനിത് ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്തുന്നു. വണ്ടിയുടെ വേഗത ഒരുപാട് കൂടുതലൊന്നും അല്ലായിരുന്നു. ഫിഫ്ത്ത് ഗിയറിലാണ് വണ്ടി വന്നത്, ഒരു സ്ട്രെയിറ്റ് റോഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വാഹനം ഫിഫ്ത്ത് ഗിയറിൽ തന്നെ സൈഡ് ഒതുക്കി നിർത്തുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വാഹനം പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷനിൽ, വണ്ടിക്ക് വേഗത കുറവാണെങ്കിൽ പോലും നമുക്കൊരു വാഹനം പെട്ടെന്ന് നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫിഫ്ത്ത് ഗിയറിൽ വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊരിടത്ത് വണ്ടി പ്ലാൻ ചെയ്ത് നിർത്തണം. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. മുന്നിലായിട്ട് നമ്മൾ വണ്ടി പ്ലാൻ ചെയ്ത് നിർത്തുകയാണ്. ഓക്കെ, എന്റെ കാലും മെല്ലെ ബ്രേക്കിൽ വരുന്നു. വീണ്ടും ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ എന്റെ കാലുണ്ട്. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു. കൂട്ടത്തിൽ വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി സൈഡ് ഒതുക്കി നിർത്തുന്നു. ഒരിടത്ത് നമ്മൾ വണ്ടി പ്ലാൻ ചെയ്ത് നിർത്തുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് തന്നെ ഒരു വാഹനം നിർത്തുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കിൽ വന്ന് ക്ലച്ചിൽ വന്ന്, അല്ലെങ്കിൽ ക്ലച്ചിൽ വന്ന് ബ്രേക്കിൽ വന്ന് വണ്ടി നിർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാ ഗിയറുകളും ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഒരു വണ്ടി സ്മൂത്ത് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തുമ്പോൾ, ഒരു ഫോർത്ത് ഗിയറിലോ ഫിഫ്ത്ത് ഗിയറിലോ ആണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, വീണ്ടും ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഞാനിത് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. നാലാമത്തെ ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തണം. ചെറിയൊരു കയറ്റമാണ്. ഗിയർ ഞാനിത് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. തേർഡ് കൊടുക്കുന്നു. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് ഒതുക്കി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്തി. ചെറിയൊരു കയറ്റത്താണ് ഫസ്റ്റ് ഗിയറിൽ വണ്ടി നിർത്തിയത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് നിർത്തുമ്പോൾ ഇങ്ങനെ നിർത്തുക. ഇനി പലർക്കും ഉള്ള ഒരു സംശയമാണ്, വണ്ടി ഫിഫ്ത്ത് ഗിയറിൽ പോകുന്നു, നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ സാധിക്കും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സെക്കൻഡിൽ പോകുന്നു. വീണ്ടും ഞാൻ തേർഡ് കൊടുത്തു. വീണ്ടും ഞാനിത് ഫോർത്ത് കൊടുത്തു. ചെറിയൊരു വളവാണ്. എന്റെ കാല് മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഞാനത് ഫിഫ്ത്ത് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, അഞ്ചാമത്തെ ഗിയറിൽ പോകുന്നു. ഒരു സിറ്റുവേഷൻ നിങ്ങളെ കാണിച്ചു തരാം, നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഓക്കെ, എന്റെ കാല് മെല്ലെ ബ്രേക്കിൽ വരുന്നു. ഓക്കെ, മുന്നിലായിട്ട് ഒരു ഗട്ടറുണ്ട്. ഞാനിത് ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്കിൽ വന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുന്നു. റണ്ണിങ് നിലനിർത്തി ബ്രേക്കിൽ നിന്ന് അയച്ച്, ക്ലച്ചിൽ നിന്ന് ഓൾറെഡി കാലുണ്ട്, മെല്ലെ അയച്ച് ഇതേ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫിഫ്ത്ത് ഗിയറിലൊക്കെ പോകുന്ന അവസരങ്ങളിൽ മുന്നിലായിട്ട് ചെറിയ ഗട്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്ത് ഇട്ട് സെക്കൻഡ് ഇട്ട് ഫസ്റ്റിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു വണ്ടി നമുക്ക് സഡൻ ആയിട്ട് നിർത്തേണ്ട സിറ്റുവേഷനിൽ എല്ലാ ഗിയറൊന്നും ഡൗൺ ചെയ്ത് നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. പെട്ടെന്ന് വണ്ടി നിർത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും, അല്ലെങ്കിൽ ബ്രേക്കിൽ വന്ന് ക്ലച്ചിൽ വന്ന് പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുക.
ഒരു ഗിയർ ഡൗൺ ചെയ്തൊക്കെ ഒരു ഗിയറൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷെങ്കിൽ അതിനുള്ള ടൈം ഒന്നും നമുക്ക് കിട്ടണമെന്ന് ഇല്ല. എന്നാൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഒരു സൈഡിൽ വണ്ടി പ്ലാൻ ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വണ്ടി എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് നിർത്തേണ്ടത്, സഡൻ ബ്രേക്കിലൂടെ നിർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു വണ്ടി 5th ഗിയറിൽ പോകുമ്പോൾ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ സാധിക്കുമോ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഇനി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ചാനലിലൂടെ വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.